നമസ്കാരം. നമ്മൾ ലോകത്തുള്ള എല്ലാ മലയാളികളും ഏക പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ദൃശ്യം മെയ് 21 സ്ക്രീനിൽ തെളിയാണ്. അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ ആദ്യം അർപ്പിച്ചു എന്ന് നമ്മൾ തുടങ്ങാം. ലാലേട്ട, ദൃശ്യം ഈ പറഞ്ഞതുപോലെ 21 ഫസ്റ്റും സെക്കൻഡും കണ്ട് 13 വർഷം മുമ്പ് ഒരു 4 വയസ്സുകാരൻ ആ ബുദ്ധിയോടുകൂടി, എനിക്കതിലുള്ള വയസ്സുണ്ട്, 4 ക്ലാസ്സുകാരന്റെ ബുദ്ധി, 4 വയസ്സ് എനിക്കല്ല, 4 ക്ലാസ്സുകാരന്റെ ബുദ്ധി, ആ ബുദ്ധി വളർന്ന് ഇപ്പോൾ 26 നിൽക്കുമ്പോൾ എവിടെ എത്തിയിരിക്കുകയാണോ ബുദ്ധി? സിനിമ കാണുമ്പോഴില്ല വലിയ ബുദ്ധിമാനെന്നാണ് ഞാൻ കണക്കാക്കുന്നില്ല. അതൊരു സർവൈവലിന്റെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഏതറ്റവും ഇത് മലയാളികൾ മാത്രമല്ല, ഒരുപാട് മലയാളം അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ പല ഭാഗത്തും സഞ്ചരിക്കുമ്പോഴൊക്കെ, കാരണം ഇത് ദൃശ്യം ഹിന്ദിയിൽ കണ്ട ആൾക്കാരുണ്ട്, തെലുങ്കിൽ കണ്ട ആൾക്കാരുണ്ട്, ഇവരൊക്കെ ദൃശ്യത്തിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്കറിയണം ജോർജ് കുട്ടിക്ക്, അവരുടെ ഫാമിലിക്ക്, അല്ലെങ്കിൽ ഗീതാ പ്രഭാകരന് അവരുടെ ഫാമിലിക്ക് എന്ത് സംഭവിച്ചു, അവരുടെ രീതിയിലൂടെ അല്ലെങ്കിൽ ആരാണ് ജയിക്കാൻ. 4 ക്ലാസ്സുകാരുടെ ബുദ്ധി എന്ന് പറയുന്നത് അതൊരു 1ലും 2ലും നിങ്ങൾ കണ്ടു. 3-ലായാലും എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റും. എന്തായാലും അതിനൊരു കൾമിനേഷൻ എന്ന് പറയാം. അതിനൊരു എല്ലാവർക്കും ഉള്ള ഒരു ഭയത്തോടെ ജീവിക്കുന്ന ഒരാളാണ് ജോർജ്. നമ്മൾ ആ ട്രെയിലറിലൊക്കെ അത് പറയുന്നുണ്ട്, എനിക്ക് ഭയമാണ്, എൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഭയത്തോട് ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. ഈ 13 വർഷം കൊണ്ട് കുട്ടികൾ 13 വയസ്സിൽ കൂടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിച്ചു തുടങ്ങി. അതിനൊക്കെ ഇയാൾ ആൻസർ ചെയ്യണം. പിന്നെ ഒരു ക്രൈം ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. എത്രയോ കാര്യങ്ങൾ 10-20 വർഷമൊക്കെ കഴിഞ്ഞിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് അയാൾ. അതിനെ എങ്ങനെ കാണുന്നു, അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ദൃശ്യപതി. എന്തായാലും അതൊരു മോശം സിനിമയാകാൻ സാധ്യതയില്ല. അങ്ങനെ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് ഇതിലേക്കുണ്ടാകും. ഇതിനകത്ത് അഭിനയിച്ചാലല്ലേ ഇതിനകത്ത് അവിടെ പോയിരിക്കുന്നത്. ഞാൻ കണ്ട ക്ലൈമാക്സ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ദൃശ്യം 3 എന്താ പറയുക, എല്ലാവർക്കും അറിയേണ്ടത് എത്ര ട്വിസ്റ്റ് ഉണ്ട്, എത്ര സസ്പെൻസ് ഇതൊക്കെയാണ്. ഇത് അങ്ങനെ ഇങ്ങനെയാണ്. ഞാൻ ദൃശ്യം ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, അതൊരു ഇമോഷണൽ ഡ്രാമയാണ്. അതിന്റെ കാരണം 2 ഫാമിലിയിൽ 2 അമ്മമാരുടെ ഇമോഷൻ, 2 അച്ഛന്മാരുടെ ഇമോഷൻ, പിന്നെ കുട്ടികളുടെ ട്രോമ, ഇമോഷൻ, അതാണ് ശരിക്കും ഈ സിനിമയെ പ്രതിപാദിക്കുന്ന വിഷയം. അതിനകത്ത് കുറച്ച് ക്രൈമും കാര്യങ്ങളും വന്നു. സ്വാഭാവികമായിട്ട് ആ ക്രൈമിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ പറയുന്ന പോലെ ജോർജ് കുട്ടിയുടെ ക്യാരക്ടർ നടത്തുന്ന കുറച്ച് ഡെസ്പറേറ്റ് ആയിട്ടുള്ള കുറച്ച് അറ്റംപ്റ്റ്സ് ഉണ്ട്. അത് അതിന്റെ കഥാഗതിയിൽ നിങ്ങളെ ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങൾ. അപ്പൊ നിങ്ങളത് ആ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് സിനിമയുടെ ഒരു കോർ എലമെന്റിൽ നിന്ന് പോയ ഒരു ഫീലിംഗ് എനിക്ക് ഭയങ്കരമാണ്. അപ്പോൾ 1 ആയാലും 2 ആയാലും 3 ആയാലും ഞാനിതിനെ, ഈ ഫ്രാഞ്ചൈസിനെ ഇതൊരു ഇമോഷണൽ ഡ്രാമയായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഫസ്റ്റിനകത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോർജ് കുട്ടിക്ക് ഒരു സർവൈവലിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ഒരു ഇന്റലിജന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. സെക്കൻഡ് ആയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സേഫ് ആണെന്ന് കരുതി വെക്കുമ്പോഴും ജോർജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജോർജ് കുട്ടി അതൊരു സേഫായിട്ട് തന്നെ എടുത്തിട്ടില്ല. എപ്പോൾ വേണമെങ്കിൽ എന്നിലേക്ക് എത്തും എന്നുള്ള ഒരു മുൻധാരണയോടുകൂടി അദ്ദേഹം ഒരു ഡിഫൻസ് ടാക്ടിക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൽ കടന്ന് ഓൾമോസ്റ്റ് ഒരു ക്ലോഷർ പോലെയാണ് ദൃശ്യം 2 അവസാനിക്കുന്നത്. ആ 2ന്റെ എൻഡ് ഡയലോഗ് ഉണ്ട്, നിങ്ങൾ ഓർമ്മയുണ്ടാവും. അതായത് നമ്മുടെ അടുത്ത വരവിനായിട്ട് അയാളെ തയ്യാറെടുപ്പിലായിരിക്കും ഇനി അയാൾ.
അതാണ് അയാൾക്കുള്ള ശിക്ഷ എന്ന്. അതിപ്പോ പോലീസ് വന്നില്ലേലും ഇയാളിൽ മരിക്കുന്നത് വരെ അത് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ജോർജ് കുട്ടിയെ തന്നെ ആ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ സമീപത്ത് ആരെങ്കിലും വന്നു, ഒരു സ്ട്രേഞ്ചർ വന്നു, എന്ത് വന്നാലും അദ്ദേഹത്തിന് മനസ്സമാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നു. അപ്പൊ പതുക്കെ പിന്നെ കാലം മാറിയതനുസരിച്ച് മാറ്റത്തിനനുസരിച്ച് പിള്ളേർ വന്നു, അവരുടെ ചോദ്യങ്ങൾ ഉണ്ടാവാം. പിന്നെ നമുക്ക് പ്രായം മാറുന്ന ഒരു മച്യൂരിറ്റി കൂടാം, ചിലപ്പം പഴയ കോൺഫിഡൻസ് നഷ്ടപ്പെടാം, അപ്പോൾ ഭയം പുറത്തു വരാം, അതുവരെ കാണിക്കാത്ത ഭയങ്ങൾ പുറത്തു വരാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ദൃശ്യം 3 എന്ന് പറയുന്നത് കുറച്ചുകൂടെ ജോർജ് കുട്ടിയിലെ ക്യാരക്ടറിലേക്ക് ഊന്നി ജോർജ് കുട്ടിയുടെ ഇമോഷനിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ദൃശ്യം 3യെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ലാലേട്ടാ